ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എക്സൽ ഡൈവേർഡ് സീസൺ 1-ലും എക്സൽ ഡൈവേർഡ് സീസൺ 2-ലും ലെജൻഡായിട്ടുള്ള 3 പേരാണ് നമ്മുടെ നടുവിൽ എത്തിയിരിക്കുന്നത്. ഐറിൻ മറിയ ബിനു, ഇവാന മറിയ ബിനു, അയോണ മറിയ ബിനു, 3 പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നു. നിങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ, നിങ്ങളുടെ ഈ ജേർണിയെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ അല്പം കുടുംബവിശേഷങ്ങൾ, നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങൾ, നിങ്ങളുടെ സഭയിലെ വിശേഷങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് കേൾക്കാനും ഒക്കെ പോവുകയാണ്. പ്രാരംഭത്തിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ പേരെന്ന് പറയുക, നിങ്ങളുടെ എത്രല്ല പഠിക്കുന്നതെന്ന് പറയുക, ഏത് ചർച്ചിലാണ് എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയുള്ള സമയമാണ്. ആദ്യമായിട്ട് ഐറിൻ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഐറിൻ മറിയ ബിനു എന്നാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പപ്പയുടെ പേര് ബിനു, എൻ്റെ മമ്മിയുടെ പേര് ജെസ്സി. ഞങ്ങൾ പന്തളം ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ വൈമോനിയാണ്. എൻ്റെ പേര് ഇവാന മറിയ ബിനു. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പന്തളം ചർച്ചിലാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് അയോണ മറിയ ബിനു. ഞാൻ ക്ലാസ് 7ലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ചർച്ച് പന്തളം ചർച്ച് ഓഫ് ഗോഡാണ്. ഞങ്ങൾ പന്തളത്തോടാണ് വരുന്നത്. പപ്പായുടെയും മമ്മിയുടെയും വിശേഷങ്ങളൂടെ പറയൂ. പപ്പായുടെ പേര്, മമ്മിയുടെ പേര്? പപ്പയുടെ പേര് ബിനു, മമ്മിയുടെ പേര് ജെസ്സി. വെരി ഗുഡ്. അപ്പോൾ ഡൈവേർഡ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൽ 150 ദിവസം കൺസിസ്റ്റൻ്റായിട്ട് വാക്യം പഠിച്ച്, റിപ്പീറ്റഡായിട്ട് പഠിച്ച് നിങ്ങൾ ലെജൻഡ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നു. അതിലേറ്റവും സന്തോഷകരമായ കാര്യം, ഒരു വീട്ടിലെ 3 പേരും, നിങ്ങൾ 3 പേരും ലെജൻഡായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പോൾ എന്ത് തോന്നുന്നു? ഐറിൻ സീസൺ 1 നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രാരംഭത്തിൽ ലെജൻഡായിട്ടുള്ള ആളാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ലെജൻഡൊക്കെ ആയതിനു ശേഷമായിട്ട്? എന്താണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ് നൗ? എന്താണ്, ഹാപ്പിയാണോ അതോ എന്താണ് ഒരു ഫീലിംഗ്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ സീസൺ 1 എനിക്ക് 150 വാക്യം പറയാൻ കഴിഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡിസൈപ്പിൾഷിപ്പ്, അതും ഒരു ഗ്രൂപ്പിലോട്ട് കയറുവാനും അതിലും ബൈബിൾ വായിക്കുവാനും ദൈവനെ സഹായിച്ചു. അതുപോലെ തന്നെ കിഡ്സ് ചർച്ചൊക്കെ ലീഡ് ചെയ്യുവാനും ദൈവം സഹായിച്ചു. ഈ വാക്യങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഓരോ മേഖലകളിലും ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഐറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ എൻ്റെ സന്തോഷം, ഐറിൻ സീസൺ 1 ലെജൻഡായി. അതിനുശേഷമായിട്ട് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമിലേക്ക് കയറി വളരെ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ കാര്യങ്ങൾ പറഞ്ഞിടുന്നു, വായിക്കുന്നു, അത് മനസ്സിലാക്കിയത് പറഞ്ഞിടുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കൂടാതെ നമ്മുടെ കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിൽ അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് ലീഡ് ചെയ്യാനായിട്ടും ഐറിന് സാധിക്കുന്നു. ആ കിഡ്സ് ചർച്ച് ലീഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഐറിന് തോന്നുന്നത്? എങ്ങനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി? ഞാൻ നോക്കുന്ന പറഞ്ഞാൽ വളരെ മച്ചുറായിട്ടുള്ള ഒരു ആൾ ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് അത്രയും കാര്യങ്ങൾ ചെയ്യത്തക്ക നിലയിലൊന്ന് പ്രാപ്തയായി മാറിയത്? എങ്ങനെയാണത്? ഫസ്റ്റ് ഞാൻ ഈ പാനൽ പാസ്റ്ററങ്ങൾ കിഡ്സ് ചർച്ച് ലീഡ് ചെയ്യാൻ പറഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് ഈ ഒരു കിഡ്സ് ചർച്ച് മാനേജ് ചെയ്യും, എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പം ഫസ്റ്റ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും നല്ലപോലെ ചെയ്തു. പിന്നെ 2-3 ദിവസങ്ങളിൽ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തു പോകുന്നു. എന്നാൽ ഇപ്പം അതൊരു എനിക്ക് അനിൽ പാസ്റ്ററങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രസംഗിക്കാനും അതുപോലെ തന്നെ ലീഡ് ചെയ്യുവാനും ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുവാനും ഒക്കെ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ ഐറിനിലേക്ക് വരാം. ഐറിനിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്കിലും ഞാൻ ഇവാനയുടെ അടുക്കിലേക്ക് ഒന്ന് വരികയാണ്. ഇവാന എന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. എത്ര വയസ്സുണ്ട്? 9 വയസ്സുള്ള മോള് ഈ ലെജൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അതിനകത്ത് ലെജൻഡായിട്ട് മാറി.
എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഭയങ്കര ടഫായിരുന്നോ? ഇടയ്ക്കെങ്കിലും ഇത് ഇട്ട് കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയോ? അപ്പോൾ പപ്പായോ മമ്മിയോ ആരാ ഹെൽപ്പ് ചെയ്തത്? ഇപ്പം എന്ത് തോന്നുന്നു ലെജൻഡായി കഴിഞ്ഞപ്പം? എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയൂ ഇവാന. എനിക്ക് അനുഗ്രഹമായിരുന്നു ഈ വാക്യങ്ങളൊക്കെ പറയാൻ. ഈ വാക്യങ്ങൾ ഒരു ബുക്കിൽ എഴുതിയെടുത്ത് അന്നന്ന് പഠിക്കുന്ന വാക്യങ്ങൾ അന്നന്ന് എഴുതി അത് ഒന്നും രണ്ടും കൂടെ ഇങ്ങനെ ചോദിച്ച് മമ്മിയാണ് എന്നോട് ചോദിക്കുന്ന 150 വാക്യം അങ്ങനെ പറഞ്ഞു. റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഏതെങ്കിലും സമയത്ത് വന്നോടനെ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി, ഇനിയും മമ്മി ഞാനും ഇനിയും പഠിക്കുന്നില്ല, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായോ? ഇല്ല, കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റി. ഒരു മോട്ടിവേഷൻ ദൈവം തന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ഒത്തിരി കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടഫാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിഡ്രോ ആയിട്ടുണ്ട്. പക്ഷേ ഇവാനയ്ക്ക് അത്രയും അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അയോണയ്ക്ക് എന്ത് തോന്നുന്നു? അയോണയും ലെജൻഡായി മാറി. 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പറയൂ, എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീല് ലെജൻഡായി മാറിയപ്പോൾ? എനിക്ക് വളരെ സന്തോഷമുണ്ട് ലെജൻഡായി കഴിഞ്ഞത്. സീസൺ 1 എനിക്ക് വാക്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റേജ് ഫിയർ ആയിരുന്നു. പിന്നെ സെക്ഷൻ 2 എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വർഷം ലെജൻഡായി. നല്ല വൃത്തിക്ക് എല്ലാ വാക്യങ്ങളും പറയാൻ ദൈവം ഇടയാക്കി. എനിക്ക് വാക്യങ്ങൾ പഠിക്കാൻ ദൈവം നല്ല വൃത്തിക്ക് കൃപയൊക്കെ തന്നു. ഞങ്ങളുടെ മെൻറ്റർ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം വാക്യം അയച്ചില്ലെങ്കിൽ ആ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും വാക്യം പറയാത്തതെന്ന്. അപ്പം ഞങ്ങൾ നല്ല കെയറിങ് ആയിരുന്നു. അബിയാൻ്റിയാണ് എൻ്റെ മെൻറ്റർ. അപ്പം ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പം അബിയ ആൻറ്റി വളരെ UK നിന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? നിങ്ങളെ മെൻറ്റർ ചെയ്തു. ആ മെൻറ്റർഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹെൽപ്ഫുൾ ആയിരുന്നോ? ഭയങ്കര കെയറിങ്ങും ഹെൽപ്ഫുള്ളും ആയിരുന്നു ആൻറ്റി. ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഇവാനയിലേക്ക് ഞാൻ ഒന്നുകൂടെ വരട്ടെ. ഇവാന, ഇത് കൂടാതെ വേറെ എന്താണ് എക്സ്ട്രാ ആയിട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്നത്? ചർച്ചിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് അങ്ങനെ എന്തൊക്കെയാണ് പറയാനുള്ളത്? കളറിങ് ചെയ്യും. യെസ്. പിന്നെ എന്തൊക്കെ ചെയ്യും? പിന്നെ കൊയറിൻ്റെ പാട്ട് പാടും ചർച്ചിലെ കൊയറിനകത്ത് കൊയർ മെമ്പറാണ്. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ സ്കേറ്റിംഗ് ചെയ്യും സ്കൂളിൽ. ഓ വെരി ഗുഡ്. പിന്നെ യോഗ ചെയ്യും. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ടാലൻറ്റ് ടെസ്റ്റിനൊക്കെ എന്താണ് ഏതൊക്കെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നത്? പ്രസംഗവും കഥ പറച്ചിലുമാണ്. ഞാനിപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റുമോ? അന്ന് മൊത്തം പ്രസംഗിക്കണ്ട, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ അതെങ്ങനെ പോകുന്നത് മാത്രം എനിക്കൊന്ന് കണ്ടാൽ മതി. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദൈവസ്നേഹം എന്നാണ്. യോഹന്നാൻ 3:16 നാം വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയമുള്ളവരെ, അതാണ് ദൈവസ്നേഹം. ഈ ലോകത്തിന് രക്ഷയുണ്ടാകാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്നെ യാഗമായി കൊടുത്തതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഇന്ന് നാം ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ചുറ്റും ദൈവസ്നേഹം കാണാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് വരച്ചു കാണിക്കുന്നതല്ലേ യഥാർത്ഥ ദൈവസ്നേഹം? അല്ലേ പ്രിയമുള്ളവരെ? അല്ലേ? വിശന്ന് വയ്ക്കുന്നവർക്ക് ആഹാരമായി, ബദ്ധന്മാർക്ക് വിടുതലായി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യമായി, കുരുടന്മാർക്ക് കാഴ്ചയായി ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ്! ഇതാരാണ് പ്രസംഗം? പപ്പ എഴുതി തന്നോ അതോ മമ്മി എഴുതി തന്നോ? മമ്മി എഴുതി തന്നിട്ട് നമ്മളത് പഠിച്ചു നന്നായിട്ട്. ഫസ്റ്റ് കിട്ടിയോ ഇതിന് ടാലന്റ് ടെസ്റ്റിന്? വെരി ഗുഡ്, സൂപ്പർ ആയിരിക്കുന്നു. ഇങ്ങനെ എത്ര പ്രസംഗങ്ങൾ അറിയാം? ഒത്തിരി പ്രസംഗങ്ങൾ അറിയാം അതോ ഈ ഒരെണ്ണമാണോ മെയിൻ ആയിട്ടുള്ളത്? ഇതാണ്. ഇനിയും കൂടുതൽ പ്രസംഗങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. നല്ല പ്രസംഗമായിട്ട് മാറണം കേട്ടോ. ഓക്കെ, ഐറിനിലേക്ക് വീണ്ടും വരുന്നു. ഐറിൻ ഇപ്പോൾ ദൈ വേ പ്രൊജക്റ്റിലേക്ക്, നമ്മൾ ആ സീസൺ 1 നമുക്ക് ആ ഒരു പേരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ അതിന് പേരൊക്കെ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ദൈ വേ പ്രൊജക്റ്റിൻ്റെ ആദ്യത്തെ ആൾക്കാരാണ് നിങ്ങൾ. 5 പേര് മാത്രമായിരുന്നു ലെജൻഡായിട്ട് അന്ന് മാറിയത്. ദൈവേ പ്രൊജക്റ്റിനകത്ത് ഇപ്പം നമ്മൾ പേര് കൊടുത്തു. ദൈവേ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ടുള്ള 5 ലെവൽസിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ കഴിഞ്ഞ 1 വർഷം ആ ദൈവേ പ്രൊജക്റ്റിൽ
കണ്ടിന്യൂ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്താണ് അയറിന് തോന്നുന്നത്? എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നു, ധ്യാനിക്കാൻ പറ്റുന്നു, അതിനകത്തുനിന്ന് ഒരു തോട്ട് പറഞ്ഞിടാൻ പറ്റുന്നു. വാട്ട് ഈസ് യുവർ ഫീലിംഗ് നൗ? അതിനെക്കുറിച്ച് എന്താണ് അയറിന് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ദൈവ പ്രൊജക്റ്റ് ബൈബിൾ വായിക്കുവാനും ആദ്യം മുതലുള്ള ഇത് ഓരോരോ ബുക്സ് വായിക്കുവാനും അതിനെപ്പറ്റി മെസ്സേജ് അയച്ച് വോയിസ് മെസ്സേജ് അയച്ച് ഇടുവാനും, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യം ഞാൻ ഈ 150 വാക്യം എഴുതി വെച്ചിരിക്കുന്ന ആ ബുക്കിൽ തന്നെ ഈ ഒരു ദൈവ പ്രൊജക്റ്റിൻ്റെ വാക്യത്തിനകത്തുനിന്ന് ഇഷ്ടമുള്ള വാക്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഞാൻ വായിക്കാൻ നേരത്ത് ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാതെ ഒക്കെ വരും ചില വാക്യങ്ങളും. മലയാളം ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ഒരുമിച്ച് വെച്ചാൽ ഞാൻ വായിക്കുന്നത്. അപ്പം എന്നാലും മനസ്സിലാതെ വരുമ്പം മമ്മിയോട് ചോദിക്കും, അല്ലെങ്കിൽ പപ്പയോട് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരും. അങ്ങനെ അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഈ ബൈബിൾ മൊത്തം വായിച്ച് തീർക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ജീവിതത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ ബൈബിൾ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ വചനം നമ്മൾ വായിച്ചു നമ്മുടെ ലൈഫിലൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അതിനെ റിമൈൻഡഡ് ആകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും ഇനി സ്പെഷ്യൽ ഇൻസിഡൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? നമ്മൾ വചനം വായിക്കുമ്പം നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്, എവറിത്തിങ് ഈസ് പോസിബിൾ. അതൊക്കെ വായിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു വാക്യങ്ങൾ അത് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല ഈ ബൈബിൾ വായിക്കുമ്പം അതുപോലെ തന്നെ യോസെഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം അതൊക്കെ ഓർത്തോർത്ത് വരുമ്പം എൻ്റെ മനസ്സിൽ കൂടെ ദുഃഖമൊക്കെ വരും. കാരണം അതുപോലെ ജീവിതത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ആ വാക്യങ്ങളൊക്കെ എന്നെ സ്പർശിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന അനുവാൻറ്റി ഭയങ്കര കെയറിങ് ആണ്. ഒരു ദിവസം വാക്യം അയച്ചില്ലെങ്കിൽ പറയും. അതുപോലെ തന്നെ നല്ല ഇടപെടുമ്പോഴൊക്കെ നല്ലപോലെയാണ് ഇടപെടുന്നത്. നല്ലൊരു ആൻറ്റിയാണ്. വെരി ഗുഡ്. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവാന കൊയറിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഇവാനയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങളൊരു പാട്ട് പാടണം. റെഡിയാണോ? ഇവാനയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഒരു പാട്ടുകൂടെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാട്ടങ്ങോട്ട് പാടിക്കഴിയുമ്പോഴത്തേക്ക് റാപ്പിഡ് ഫയറാണ് വരുന്നത്. നിങ്ങൾ പഠിച്ചതൊക്കെ നമുക്ക് അറിയണ്ടേ, നിങ്ങളത് ശരിയാണോ നോക്കണ്ടേ? നമ്മുടെ പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പറയുമെന്നൊന്ന് ഞാൻ റാപ്പിഡ് ഫയർ ഒന്നും തരാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണ് ഇവാന പാടാന്നത്? ഇവർക്കറിയാമോ? 2 പേർക്കും അറിയാമോ പാട്ട്? അറിയാം. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് 3 പേർ കൂടെ, ഒത്തിരി പാടണ്ട, ഒരു 4 വരി ഒന്ന് പാടിയിട്ട് നമുക്ക് അടുത്ത റാപ്പിഡ് ഫയറിലേക്ക് കിടക്കാം. യെസ്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. സൂപ്പർ. എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ആ പാട്ട് പാടിയത്. അപ്പോൾ അത് ഫ്രീ ആയല്ലേ? ഐറിൻ സീസൺ 1 ലെജൻഡ് ആയതെന്ന് എനിക്കറിയാം. ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഐറിൻ്റെ ആ മെമ്മറി ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു 4-5 വാക്യങ്ങളൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. പറയാമോ?
കോൺഫിഡൻ്റ് ഉണ്ടോ? ഉണ്ട്. യെസ്. നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. റാപ്പിഡ് ഫയർ ആണ്. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. Honor your father and your mother, so that you may live long in the land the Lord your God is giving you. Excellent. Deuteronomy chapter 18 verse 9. When you enter the land the Lord your God is giving you, do not learn to imitate the detestable ways of the nations there. Excellent. Very good. Isaiah chapter 5 verse 21. Woe to those who are wise in their own eyes and clever in their own sight. Great. Amos 5 verse 14. Seek good, not evil, that you may live. Then the Lord God Almighty will be with you, just as you say He is. അപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് ചോദിക്കാം. Luke chapter 10 verse 19. I have given you the authority to trample on snakes and scorpions and to overcome all the power of enemies. Nothing will harm you. Great, great. Okay. ഒരെണ്ണം കൂടെ ചോദിക്കാം. 3 John 1 verse 11. Do not imitate what is evil, but what is good. Anyone who does what is good is from God. Anyone who does what is evil has not seen God. Great, Hiren. I am really proud of you. Wonderful. Ivana, you are ready? Ivana beginner അല്ലായിരുന്നോ? അല്ല, ജൂനിയർ. ഓക്കെ. യെസ്. നമുക്ക് നോക്കാം ഇവാന എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാൻ വേണ്ടി ഇപ്പോൾ റാൻഡം ഫയർ ആയിട്ടൊരു 3 ചോദിക്കാം. സമയത്തിന് വരുന്നത് 3 റാൻഡമായിട്ട് ചോദിക്കാം കേട്ടോ. യെസ്. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഡ്യൂട്രോണമിയിലാണ്. ഡ്യൂട്രോണമി 33. Deuteronomy 33 verses 26. വെരി ഗുഡ്. യെസ്. സങ്കീർത്തനം 27:14. സാംസ് ചാപ്റ്റർ 27 വേഴ്സ് 14. ഭയങ്കര പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ ഭയങ്കര പ്രത്യാശ വയ്ക്കുക. ഗ്രേറ്റ്. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സദൃശവാക്യങ്ങൾ. Proverbs 16. Proverbs 16 verses 3. വെരി ഗുഡ്. എക്സലന്റ്. വെരി ഗുഡ്. ഇനി പുതിയ നിമിത്തം എന്ന് പറഞ്ഞാൽ കൂടെ ചോദിക്കാം കേട്ടോ. എനിക്കറിയാം ഈ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ വിമാനക്കൊരു അല്പം ടെൻഷനൊക്കെ ഉണ്ടെന്നറിയാം. കൂളായിട്ടിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 1 John 2 verses 17. എക്സലന്റ്. വെരി ഗുഡ്. യെസ്. അയോണ സീനിയർ അല്ലേ? യെസ്. അപ്പം എനിക്ക് തോന്നുന്നു അയോണയ്ക്ക് നമ്മുടെ ചേച്ചിയുടെ ഒരു ഹെൽപ്പ് കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം അല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ റാൻഡം ഫയർ ഒക്കെ നിങ്ങൾക്ക് സെയിം വാക്യം അറിയാവുന്നുണ്ട് അല്ലേ? എനിവേ ഒന്ന് നോക്കാം കേട്ടോ. ഇവാനയ്ക്ക് കൊടുത്ത അത്രയും കൺസിഡറേഷൻ അയോണയ്ക്ക് കിട്ടത്തില്ല. ഇവാന കുറച്ചുകൂടെ കുഞ്ഞാണ്. എന്തായാലും നമുക്ക് നോക്കാം. Leviticus chapter 20 verse 26. You are to be holy to me, because I, the Lord, am holy, and I set you apart from the nations to be my own. Very good. The fear of the Lord is the beginning of knowledge, but fools despise wisdom and instruction. Proverbs 1 verse 7. Excellent. Isaiah 41 verse 10. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen and help you. I will uphold you with my righteous right hand. പുതിയ നിയമത്തിലേക്ക് പോകാം. Luke chapter 10 verse 27. He answered, love the Lord your God with all your heart and with all your soul and with all your strength and with all your might, and love your neighbor as yourself. I am the Lord. Excellent. Do you not know that your bodies are the temple of the Holy Spirit who is in you, whom you have received from God? 1 Corinthians 6 verse 90. Excellent. നിങ്ങൾ 3 പേരും എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ റാൻഡം ഫയർ ഒക്കെ ഉൾപ്പെടെ നിങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? വെൻ യു പ്രേ യു ക്ലെയിം. എങ്ങനെയാണ് ഐറിൻ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ വാക്യം ഒക്കെ വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ വേറെ കുറേ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ. നമ്മുടെ
നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഈ നമ്മുടെ ഈ ദൈവേർഡ് പ്രൊജക്റ്റിൽ ഇല്ലാത്തവർ. അവരോട് നിങ്ങൾക്ക് എന്താണ് എൻകറേജ്മെൻറ്റ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത്? അയോണ. എനിക്ക് പറയാനുള്ളത് ഇവന് സീസൺ 3 ഇനി വരാൻ പോവാണ്. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും സീസൺ 3 ജോയിൻ ചെയ്യണമെന്നാണ്. അത് മാത്രമല്ല, ഈ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. അപ്പം നിങ്ങൾ ഡിഫിക്കൽട്ടാന്ന് വെച്ച് പഠിക്കാതിരിക്കല്ല. എല്ലാവരും ഇനി അടുത്ത സീസൺ 3 വരുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളും എന്നെപ്പോലെ ലെജൻഡ് ആകാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഇവാനയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ കൂട്ടുകാരോട്? സീസൺ 3 നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 150 വാക്യം ഞങ്ങളെപ്പോലെ ലെജൻഡ് ആണ്. വെരി ഗുഡ്. ഐറിൻ. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ സീസണിൽ എനിക്ക് 150 വാക്യം പറയാൻ സാധിച്ചു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈപ്പിൾഷിപ്പ് ഗ്രൂപ്പ് ദൈവ പ്രൊജക്റ്റിലോട്ട് കയറുവാനും ബൈബിൾ വായിക്കുവാനും ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഇനി അടുത്ത സീസണിൽ നിങ്ങളും ജോയിൻ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. വചനം കൂടുതൽ പഠിക്കുവാനും, വചനം പറയുന്നുണ്ടല്ലോ, ദൈവവചനം നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാണ്. അത് നമ്മൾ ഓരോ മേഖലകളിൽ പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ആ യഹോവയെ ഭക്തിയോടെ സേവിച്ച് ആ ദൈവവചനം പഠിച്ച് അത് ഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. സോ എനിക്ക് എല്ലാ പാരൻസിനോടും എൻകറേജ് ചെയ്യാനുള്ള, നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ദൈവേർഡ് പ്രൊജക്റ്റിൽ അടുത്ത സീസണിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അത് അവരുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കും. വെരി ഗുഡ്. ഈ ഒരു ഇൻ്റർവ്യൂ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളുടെ കൂടെ 2 പേരൂടെ വരണം. കാരണം നിങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രവർത്തിച്ച 2 പേര്. അതാരാണ്? പപ്പയും മമ്മി. പപ്പായും മമ്മി. അപ്പോൾ ഇൻ്റർവ്യൂ പൂർണ്ണമാണെങ്കിൽ അവരോട് വന്നിട്ട് അവരുടെ 2 വാക്കുകൾ പറയുമ്പോൾ മാത്രമേ ഈ ഇൻ്റർവ്യൂ പൂർണ്ണമാകത്തുള്ളൂ. സോ ലെറ്റ് us വെൽക്കം ബിനു ബ്രദർ ആൻഡ് ജെസ്സി സിസ്റ്റർ. അവരെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. വിളിക്ക്, പപ്പായും മമ്മിയും വിളിക്ക്. അപ്പം ബിനു ബ്രദർ, ജെസ്സി സിസ്റ്റർ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവർ 3 പേര് ലെജൻഡായിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. എത്രമാത്രം ഹാപ്പിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ 150 വാക്യം പറഞ്ഞ്. ശരിക്കും ഇവാന ഒക്കെ ഈ റാൻഡം ഫയർ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ ആ വാക്യം പറഞ്ഞത് തന്നെ ശരിക്കും അത്ഭുതമാണ്. അപ്പം നിങ്ങളെങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ട്രെയിൻ ചെയ്തത്? ഒരു പേരൻസ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ മറ്റ് പേരൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇനിയും ചർച്ചസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് 2 പേർക്കും സംസാരിക്കാം. യെസ്. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇത്രയും ഈ ഒരു നല്ലൊരു, എത്ര പറഞ്ഞാലും അതുപോലെ വളരെയധികം സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. കാരണം 3 കുഞ്ഞുങ്ങളും ഈ ലെജൻഡായി ഇവിടെ വരുവാൻ ദൈവം കൃപ ചെയ്തു. അത് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അയറിന് ഇവിടെ ലെജൻഡായി. ആ സമയം കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവാനയാണെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 50 വാക്യം പറഞ്ഞു. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നേരവും കുഞ്ഞുങ്ങൾക്ക് വളരെ ആഗ്രഹമായിരുന്നു. അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് പഠിക്കണമെന്നും നെക്സ്റ്റ് സ്റ്റേജിൽ വന്ന് പറയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സെക്കൻഡ് സീസണിൽ അവർക്ക് 2 പേർക്ക് ലെജൻഡ് ആവാൻ കഴിഞ്ഞു. അങ്ങനെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പം വളരെ സന്തോഷമുണ്ട്. എത്ര പറഞ്ഞാലും അത് പറഞ്ഞു തീരാൻ പറ്റാത്ത പോലെ സന്തോഷമുണ്ട്. കാരണം 3 പേർ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ വന്ന് ഇവിടെ ലെജൻഡായി ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞു. വളരെ അഭിമാനമുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുമ്പം അത് അവരുടെ ദൈവവചനം അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പം, അത് ഈ ഒരു കാലഘട്ടത്തിലെന്ന് പറയുമ്പം ആ ഒരു വല്ലാത്തൊരു ലോകത്തോടെ നമ്മൾ കുഞ്ഞുങ്ങൾ പോകുമ്പം ദൈവവചനം അവരുടെ ഹൃദയത്തിലൊരു വിത്ത് നമ്മൾ പാകിക്കൊടുത്താൽ അത് വീണ്ടും വരും കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഏത് രീതിയിലും ഏത് മേഖലകളിൽ പോയാലും അത് അവരുടെ ജീവിതത്തിലൊരു അനുഗ്രഹമായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ പറഞ്ഞതുപോലെ ഇന്നൊരു വാക്യം പഠിപ്പിച്ചു കൊടുക്കും, നാളെ നെക്സ്റ്റ് ഒരു വാക്യം വരുമ്പോഴത്തേക്ക് അത് പറയും. അങ്ങനെ റിപ്പീറ്റായിട്ട് ഡെയിലി ഞാൻ ഒരാഴ്ചയാകുമ്പം ഒരു 1 വീക്ക് ആകുമ്പോഴത്തേന് 3 പേരോടും സാറ്റർഡേ ആകുമ്പോഴത്തേനും ഞങ്ങൾ പറയും. അങ്ങനെ 3 പേർക്കും അങ്ങനെ
ഒരു 1 വീക്ക് ആകുമ്പോൾ ഫസ്റ്റ് തൊട്ട് ഒരു 7 വാക്യം ആകുമ്പോൾ 7 വാക്യം കംപ്ലീറ്റ് പറയിപ്പിക്കും. അങ്ങനെ നെക്സ്റ്റ് വീക്ക് ആകുമ്പം ഈ 1 തൊട്ട് 14 വാക്യങ്ങളും പറയിപ്പിക്കും. അങ്ങനെ ഓരോ ദിവസവും ഡെയിലി അങ്ങനെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വരെ വരുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അത് വളരെ അനുഗ്രഹമാണ്. അതുപോലെ ഞങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ നെക്സ്റ്റ് സീസണിലേക്ക് ഇതുപോലെ ദൈവവചനം പറയുവാൻ നിങ്ങൾ എൻകറേജ് ചെയ്യിപ്പിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് തോന്നും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ തോന്നും. എന്നാലും പക്ഷേ ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ദൈവവചനം ഓരോ ദിവസവും ഓരോരോ വചനങ്ങൾ പറയുമ്പോൾ ഒരു വാക്യമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പോസിബിളാണ്, നമ്മളെ കൊണ്ട് പഠിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും നെക്സ്റ്റ് സീസണിലും കുഞ്ഞുങ്ങളോട് ഇതുപോലെ വാക്യങ്ങൾ പറയുവാൻ എൻകറേജ് ചെയ്യിപ്പിക്കണം. പാസ്റ്റേഴ്സിനോടാണേലും സഭയോട് പറയുവാൻ ഞങ്ങൾക്കുള്ളതെന്ന് പറയാൻ, ദേവദാസന്മാരും ദൈവസഭയിൽ എല്ലാ ദൈവമക്കളോടും സഭയിലുള്ള സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവർക്ക് എത്രമാത്രം അവർക്ക് ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് അവരെ ഉത്സാഹിപ്പിക്കണം ഈ ഒരു മേഖലയിലേക്ക് വരാൻ. കാരണം അത്രമാത്രം ഈ ദൈവേഡ് പ്രൊജക്റ്റ് ഒരു വളരെ അനുഗ്രഹമാണ്. ഇത് മുൻപോട്ട് പോകുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൽ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിനകത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇതിലാദ്യമായിട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. അനിൽ പാസ്റ്ററിൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരു ആലോചന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് വലിയൊരു, എനിക്ക് തോന്നുന്നു എക്സലിലെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ദൈവേഡ് പ്രൊജക്റ്റായി ഇനി മാറാൻ പോവുകയാണ്. കാര്യം സീസൺ 1 ഐറിൻ പറഞ്ഞു കഴിഞ്ഞ്, അപ്പം ആ കാലഘട്ടത്തിൽ ഞങ്ങളൊരു കഴിഞ്ഞ വർഷം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് കുഞ്ഞ് ഇത് പറഞ്ഞ്, ഞങ്ങളിങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. കുഞ്ഞ് വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇറ്റ്സ് റിയലി പലരാലും നിന്ദിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് പലരും ഞങ്ങളെ പല സ്ഥലത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിളിച്ചു, ഐറുമോക്ക് ഇങ്ങനെ ഒരു പറയാനൊരു ഭാഗ്യം ലഭിച്ചല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലൂടെ ദൈവം കൊണ്ടുപോയതെന്ന് പറയുന്നത് കേട്ടപ്പോൾ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഇന്ന് പലയിടത്ത് കടന്നു ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഐറിൻ്റെ ഫാദറല്ലേ? ആ ജീവിതത്തെ അഭിമാനമാണ്. ഇന്ന് 3 കുഞ്ഞുങ്ങളും വാക്യം പറഞ്ഞ് ഇരിക്കുമ്പോൾ എനിക്ക് വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് ലഭിച്ച ഒരു പേരൻറ്റിൻ്റെ ഒരു ഫീലിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 3 കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഡോക്ടറേറ്റ് ലഭിക്കുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് തീർച്ചയായും ഞങ്ങളുടെ സഭയ്ക്ക് അത് അഭിമുഖം. ചർച്ച് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റിന് വളരെ അനുഗ്രഹമാണ് ഇവർ 3 പേരും. ഇവർ 3 പേരെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയ്ക്ക് ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ ഞങ്ങളുടെ ഫാദറിനും മദറിനും ഒക്കെ ഇവിടെ കടന്നു വരണം ആഗ്രഹിച്ചു. കാരണം അവരെല്ലാം വളരെ പറയാൻ പറ്റത്തില്ല ആ സന്തോഷം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയാലും ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർത്തിയില്ല എങ്കിൽ അത് നമുക്ക് ഈ കാലഘട്ടം അങ്ങനെയാണ്. പിശാച് കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തി വചനമെന്ന മായമില്ലാത്ത പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ ഇങ്ങനൊരു വേദി, പഴയ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഇങ്ങനൊരു വേദി ഇല്ല. എക്സൽ മീഡിയ പോലുള്ള വേദികൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയേറിയ, എത്ര പണം കൊടുത്താലും ലഭിക്കുവാൻ കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പേരൻസിനോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതുപോലാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വരുവാൻ ദൈവേഡ് പ്രൊജക്റ്റ് അതിൻ്റെ ഭാഗമാകുന്ന എല്ലാ മെമ്പേഴ്സിനോടും ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന എക്സൽ ടീമിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പേരൻസ് നിങ്ങൾ ഇൻസൾട്ട് എടുക്കണം. നിങ്ങളെടുത്താൽ ഒരു പേരൻറ്റ് തൻ്റെ കുഞ്ഞിനെ പഠിക്കുവാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിന്നീട് അവർ ഇഷ്ടപ്പെടും. പക്ഷേ തുടക്കമിടേണ്ടത് പേരൻസാണ്. സീസൺ 2-നെക്കാട്ടിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം സാറിനെയും ഈ ടീമിനെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം തന്നെ എനിക്ക് എത്രയോ സന്തോഷമാണ്, ഭയങ്കരമായ സന്തോഷമാണ്. സീസൺ 1 നമുക്ക് 5 പേരെ ലെജൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ സീസൺ 2 60 പേരാണ് ലെജൻഡ് കോമ്പറ്റീഷന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത്. 36 പേരുടെ മത്സരങ്ങൾ കഴിഞ്ഞു, ലെജൻഡായി. ഇനി ബാക്കിയുള്ളവർ നടക്കുകയാണ്. സോ ഭയങ്കര സന്തോഷമാണ്. അത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇവിടെ 11 പേരാണ് ലെജൻഡായിട്ടുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ വന്നത്. ബാക്കിയുള്ളവർ UK നിന്നും ന്യൂസിലൻഡിൽ നിന്നും കാനഡയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വന്നത്, ഇത് പറഞ്ഞതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഒരു കാര്യം കൂടെ, യെസ്, അയോണ
പൊതുവേദിയിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇവാനെ അതുപോലെ. പക്ഷേ ഈ വാക്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ സഭയിൽ ഞങ്ങളുടെ പന്തളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോഗ്രാമായാലും സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാംസിലൊക്കെ പോയി അവർ ടാലൻ്റ് ടെസ്റ്റിനൊക്കെയും അവർ പങ്കെടുക്കുകയും നല്ല വിജയം കൈവരിക്കാൻ, ഇതൊക്കെ ദൈവേഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരെ മറ്റുള്ളവരോട് ഇടപെടുവാനും ഒക്കെ ഈ പ്രൊജക്റ്റ് സാധിച്ചു എന്നത് വലിയ അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. ദൈവേഡ് സീസൺ 2-ൽ ലെജൻഡായ 2 പേര്, സീസൺ 1-ൽ ലെജൻഡായ ഐറിൻ, അവരുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ, അവരുടെ പേരൻസ്, അവരും നമ്മളോട് സംസാരിച്ചു. ദൈവം ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ, എനിക്കറിയാം വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള, അതിനുള്ള സമയം എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവേഡിലെ എല്ലാ മെൻറ്റേഴ്സിൻ്റെയും, അതുപോലെ തന്നെ പ്രെയർ ടീം, മീഡിയ ടീം, എക്സൽ മിനിസ്ട്രീസിലെ എല്ലാ ബോർഡ് മെമ്പേഴ്സ്, തമ്പി മാത്യു അടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കുടുംബമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവേഡ് പ്രൊജക്റ്റിലൂടെ ലെജൻഡായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ ഒരു ആളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. Until then, it is me, Anil Ilandur. God bless you.